നല്ലൊരു സുപ്രഭാതം നേരുന്നു. എല്ലാവർക്കും വേണ്ടി ഇന്ന് നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മള് ഒരുപാട് മഴയും ഒരുപാട് വെയിലൊന്നും ഇല്ലാത്ത ഒരു നല്ല ഒരു സിറ്റുവേഷനുള്ള ഒരു കാലാവസ്ഥയാണ്. ചില ദിവസങ്ങളിൽ അതിശക്തമായ മഴയായിരിക്കും, ചില ദിവസങ്ങളിൽ വെയിലായിരിക്കും. രാവിലെ തന്നെ മഴയാകുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ എണീക്കാൻ മടിച്ച് നമ്മളുടെ രാവിലത്തെ ഐപ്ലേസ് മീറ്റിംഗിലൊന്നും കയറാറില്ല. അപ്പൊ ഇന്ന് എന്തായാലും എല്ലാത്തിനും നല്ലൊരു ദിവസമാണ്. ഇന്ന് ഒരിക്കൽ കൂടെ ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയതായി വന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അവർക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആയിഷ എന്നാണ്. വണ്ടൂര് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ദേശത്ത് ചെറുകോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഏകദേശം ഞാൻ ഈ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞു. പുതിയതായി വന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു ബിസിനസ് പുതിയൊരു അനുഭവമായിരിക്കാം. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു കാര്യം നമ്മളുടെ രാവിലത്തെ ഹൈഫ്ലേസ് മീറ്റിംഗ് ആണ്. നമ്മൾ എത്രത്തോളം ഹൈഫ്ലേസ് മീറ്റിങ്ങിൽ കയറുന്നുണ്ടോ, ഓരോ ദിവസവും നമുക്ക് ഓരോ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത അനുഭവങ്ങളുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുമായി വന്നിട്ട് ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ച ഒരുപാട് ലീഡേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അത് ഒരു ദിവസം ഇന്ന വ്യക്തിയല്ലേ, നാളെ മറ്റേ ആളല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഐഫ്ലേസിൽ കയറാതിരിക്കരുത്. ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് രാവിലത്തെ ഉറക്കത്തിനല്ല, നമ്മളുടെ ബിസിനസ്സിനാണ്. നമുക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ നമ്മളെ എല്ലാവരും വിളിച്ചുണർത്തുക എന്ന് തന്നെ പറയാം. കാരണം ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്ന ഒരാൾക്കും ഐഫ്ലേസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റീജനറേറ്റീവ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒരിക്കലും കിടക്കയിൽ കിടന്നാൽ ഉറക്കം വരില്ല. കാരണം അതാണ് നമ്മളുടെ രാവിലെ എണീക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രചോദനം. ഏതൊരു വ്യക്തിക്കും നമ്മളുടെ ബിസിനസിന്റെ വലിയ ഗ്രോത്ത് നമ്മളുടെ ഓരോ ടീമിലും അത് ഫോളോ ചെയ്ത ഓരോ വ്യക്തികളിലും കണ്ടിട്ടുള്ള ഒരു മാറ്റാണ് ഐഫ്ലേസ് മീറ്റിങ്ങിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിഞ്ഞു എന്നുള്ളത്. എന്നെ ഇതുപോലത്തെ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ട രീതിയിലല്ല എന്നുണ്ടെങ്കിലും എന്നാൽ പറ്റുന്ന രീതിയിൽ എന്നെ പ്രാപ്തരാക്കിയിട്ടുള്ള, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട്, പാതി വഴി പോലും എത്തിയിട്ടില്ല. ഒരിക്കലും നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ബിസിനസിനെ കുറിച്ചുള്ള പഠനം പൂർത്തിയാകുന്നില്ല. ഓരോ ദിവസം ചെല്ലും തോറും ഓരോ വ്യക്തികളിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള അനുഭവങ്ങൾ കേൾക്കുന്നതിലൂടെ ഒരു പോയിന്റെങ്കിലും നമുക്ക് അതിന് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ ഐഫ്ലേസ് മീറ്റിംഗിൽ കയറേണ്ട ഉത്തരവാദിത്തം ഈ ബിസിനസ് ജോയിൻ ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. എന്നെ ഈ ഒരു ബിസിനസ്സിൽ ഇത്രത്തോളം ഉയർത്തിയത് ഐഫ്ലേസ് മീറ്റിംഗ് ആണ്. ഒരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ അതല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലൂടെ ഞാനൊരു ശരിക്കും പറഞ്ഞ ഒരു RTC എന്ന റാങ്കിൽ എത്തുമെന്ന് ഒരിക്കലും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ബിസിനസ് കേട്ടോ, ബിസിനസ്സിലൂടെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം എന്നുള്ള ആശയം, അതിയായ ആഗ്രഹവും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ മൈ ലൈഫ് എന്നൊരു കമ്പനിയിൽ വന്നതിനെ കൊണ്ട് മാത്രം ഞാൻ വിജയിച്ചോളണമെന്നില്ല. ഞാൻ വിജയിക്കാനുള്ള കാരണം സക്സസ് ബെറി ഗ്ലോബൽ എന്ന സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാറിന്റെയും ലതാ മേഡത്തിന്റെയും കൂടെ ആ ഒരു ടീമിൽ എനിക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് സർവശക്തൻ എന്നെ അനുഗ്രഹിച്ചതിൽ വളരെയധികം ഞാൻ ഈ ഒരു അവസരത്തിൽ സർവശക്തന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുകൂടാതെ എന്നെ ഈ ഒരു ബിസിനസ്സിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വളരെയധികം കഷ്ടപ്പെട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു LKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് എന്ത് രീതിയിലൊക്കെ പഠനത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക, ഓരോ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന രീതിയിൽ ഈ ബിസിനസിന്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ച എന്റെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള നിഷാന്ത് സാറിനും എന്റെ മെന്ററും ആയിട്ടുള്ള നിഷാന്ത് സാറിനും ഈ ഒരു അവസരത്തിൽ ഞാൻ വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ഈ ഒരു RTC എന്ന റാങ്കിൽ നിൽക്കുന്ന സാഹചര്യത്തിലും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മുൻകരുതലോട് കൂടെ തന്നെ പറഞ്ഞു തരുന്ന, അതിന് ഗൈഡ് ലൈൻ തരുന്ന നിഷാന്ത് സാറിനും കുടുംബത്തിന് വേണ്ടി ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത്, ഈ ഒരു ബിസിനസ്സിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ വിജയം. നമ്മൾ ഏതൊരാളും അസോസിയേറ്റ് ചെയ്യുന്നത്, കൂടെ നിൽക്കുന്നത് ആരുടെ കൂടെയാണ്. ഇനിയിപ്പോ നമ്മളുടെ ഒരു കൂട്ടുകാരാണെങ്കിൽ, നമ്മളുടെ ഫ്രണ്ട് ഒരു 4-5 കൂട്ടുകാർ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ 4-5 കൂട്ടുകാരുടെ ഏറ്റവും അടുത്ത 4-5 കൂട്ടുകാരുടെ സ്വഭാവമായിരിക്കും നമുക്ക്.
ഈ ഒരു 4-5 കൂട്ടുകാരുടെ വരുമാനമായിരിക്കും നമുക്ക്. സംസാര ശൈലി നമ്മളുടെ ഈ ഒരു 4-5 കൂട്ടുകാരുടേതായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ആരുടെയൊക്കെ കൂടെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലും ഈ ബിസിനസ്സിലും വിജയിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വേണ്ടതിനെ ഉൾക്കൊള്ളുക, വേണ്ടാത്തതിനെ ഒഴിവാക്കുക. അത് നമ്മൾ ആദ്യം പഠിച്ചാൽ മതി. നമ്മളുടെ ചുറ്റുപാടും ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മളുടെ ടീമിൽ വന്ന ആളുകളാണെങ്കിലും നമ്മളുടെ അയൽവാസികളാണെങ്കിലും നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ആളുകൾ, അത് ഏറ്റവും നല്ല സ്വഭാവശീലങ്ങളുള്ള നല്ല ഒരു ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്ന, ഈ ബിസിനസിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടീമിനെ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ, അതിനെ നയിക്കുന്ന വ്യക്തികളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതിലെന്തായാലും ഞാൻ സെലക്ട് ചെയ്ത എനിക്ക് കിട്ടിയ ഒരു ടീം എൻ്റെ അപ്ലയൻസ് എന്ന നിരയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഞാൻ ഭാഗ്യവതിയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. അതായത് നമ്മൾ സക്സസ് ബറി ഗ്ലോബൽ എന്നതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ നമ്മളാരും കരുതിക്കൂട്ടി വന്നതല്ല. നമുക്ക് ദൈവനമ്പുരാനായിട്ട് നമുക്ക് തന്ന ഒരു മാർഗമാണ്, ഒരു സ്ഥലമാണ് അല്ലെ. പക്ഷെ നമ്മൾ അതിനെ എത്രത്തോളം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്, നമ്മളാണത് തീരുമാനിക്കേണ്ടത്. അതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ, അത് നമുക്ക് ഗൈഡ് ലൈൻ തരുന്ന കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ മുറ്റത്തെ മുല്ലക്ക് ഇഷ്ടം പോലെ മണമുണ്ട്, പക്ഷെ ആ മണം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ അപ്ലയൻസ്, നിങ്ങളുടെ മെന്റർ ആരാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു വർക്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലീഡർ അയക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ കൂടെ നമ്മളുടെ ഏതൊരു മീറ്റിംഗ് ഹാളിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോസിറ്റീവായിട്ട് മാത്രം. അപ്പൊ നമുക്ക് മലപ്പുറം പ്രോഗ്രാമിനെ എടുത്ത് നോക്കാം, കമ്പനിയുടെ പ്രോഗ്രാമാണ്, GPS ആണ്, അതൊക്കെ ഓക്കെ. പക്ഷെ അവിടെ നമ്മളുടെ സക്സസ് ബറിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ട്ണർമാരാണ് 80% അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഏതൊരു ഹാളിൽ ചെല്ലുന്നതിനേക്കാട്ടിലും ഒരു ആവേശം ഏതൊരാൾക്കും പുതിയ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ പോസിറ്റീവായി, ഏത് നെഗറ്റീവ് ചിന്തയോട് കൂടെ വന്ന് ആ ഹാളിൽ കയറി ഇരിക്കുന്നുണ്ടെങ്കിലും വളരെയധികം പോസിറ്റീവോട് കൂടെ ആ ഹാളിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അത് മനോജ് സാറിന്റെ ഒരു സിസ്റ്റം പ്രകാരം, മനോജ് സാറിന്റെ ഗൈഡ് ലൈൻസിലൂടെ കൊണ്ടുപോകുന്ന നമ്മളുടെ നിഷാന്ത് സാറും അൽത്താഫ് ജിയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഹോള് അത്രത്തോളം പോസിറ്റീവ് ആയത് എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു ഹോളിലേക്ക് നമ്മളുടെ പുതിയ ആളുകളുമായിട്ട് വരുന്ന സമയത്ത് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. അപ്പൊ അതിന് ഭാഗ്യം കിട്ടാത്ത ആളുകൾക്ക് ഞാൻ നിങ്ങൾ ഇതുപോലത്തെ GTSകൾ നിങ്ങൾ നല്ല പോസിറ്റീവോട് കൂടെ ചിന്തിക്കുന്ന ലീഡേഴ്സിനെ കൂട്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. ഇപ്പൊ ലക്ഷദ്വീപിൽ നിന്നൊന്നും കേൾക്കുന്ന ആളുകൾക്ക് ഇപ്പൊ അവരുടെ മനസ്സിലുണ്ടാവാം അതുപോലത്തെ GTSൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത്. എന്തായാലും ആ ഏരിയകളിലും നമ്മളുടെ മനോജ് സാറിന്റെ സപ്പോർട്ടോട് കൂടെയുള്ള ഒരുപാട് ടീമുണ്ട്. അപ്പൊ നിങ്ങളും അവിടെ അതുപോലത്തെ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുക. ഞാൻ പറയുന്നത് അപ്പൊ അതിന് ഭാഗ്യം കിട്ടിയത് നമുക്കാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാനുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം ആദ്യമായി തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ അറിയിക്കുകയാണ്. ഞാൻ എന്തായാലും രാവിലത്തെ ഐഫ്ലേസ് മീറ്റിംഗിൽ കയറുന്ന ആളുകളുടെ എണ്ണം മനോജ് സാറിന് കൊടുക്കുക എന്നുള്ളത് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ തൊട്ട് മിനിഞ്ഞാന്ന് തൊട്ട് അതിന്റെ വോയിസ് ഇട്ട് എത്ര പേര് രാവിലത്തെ ഐഫ്ലേസ് മീറ്റിംഗിൽ കയറുന്നുണ്ട് എന്നതിന്റെ എണ്ണം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, നോട്ട് ചെയ്യാറുണ്ട്. ലെഡ്ജറിൽ അവർ ഓരോരുത്തർക്കും അറ്റൻഡൻസ് ഇടാറുണ്ട്. ഓരോ TC ലീഡർമാരുടെ കീഴിൽ നിന്നും അവരുടെ പാർട്ട്ണർമാർ എത്ര പേര് രാവിലത്തെ ഐഫ്ലേസ് മീറ്റിംഗിൽ കയറുന്നുണ്ട് എന്നുള്ളത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടുന്ന എല്ലാ TC എനേബിൾ ലീഡർമാരിൽ നിന്ന് ഞാൻ അത് കളക്ട് ചെയ്തിട്ട് മനോജ് സാറിനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ആ രീതിയിൽ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ഒരു ഈ ബിസിനസിന്റെ വളർച്ച, ഒരു രൂപ പോലും നമുക്ക് മുടക്കുമുതലില്ലാതെ, എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഖ്യ മുടക്കുമുതലാക്കി അതിനുവേണ്ടി ചെലവഴിക്കാൻ തയ്യാറായി മനോജ് സാർ ഇതുപോലത്തെ പ്രോഗ്രാമുകൾ, ഇതുപോലത്തെ സൂം മീറ്റിംഗ് പോലത്തെ സംഗതികൾ നമുക്ക് ചെയ്തു തരുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് 100% അത് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുക. കൂടുതലായിട്ട് ആ കാര്യത്തിൽ ഇനി ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പുതിയ ആളുകളുമായിട്ട് നമ്മൾ ഒരു മീറ്റിങ്ങിൽ കയറുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്ലാൻ കൊടുക്കുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്തൊരു
തല്ല് നടക്കുകയാണ്. അതായത് തല്ല് കൂടുകയാണ്, ശണ്ട കൂടുകയാണ്. ഒരു 5-8 ആളുകൾ കൂടി ഇരുന്നിട്ട് കശപിശ കൂടുന്ന സമയത്ത് ഒരു പക്ഷെ എപ്പോ കയറി ആര് ചെന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും തല്ല് കിട്ടും എന്നൊരു സാഹചര്യത്തിൽ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, അവിടേക്ക് സ്വന്തമായിട്ട് പോകാൻ ഒരു പേടിയുള്ളത് കൊണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരനെയും കൂടെ കൂട്ടിയിട്ട് പോകാം എന്ന വിചാരത്തിൽ സുഹൃത്തിനെ വിളിച്ച് ആ ഒരു സ്ഥലത്തേക്ക് നീ ഒന്ന് വാടാ, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയാതെ അവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത് എന്താണ്, അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോണ സമയത്ത് ഈ വ്യക്തി കൂട്ടുകാരൻ സുഹൃത്ത് വിളിക്കല്ലേ, ആ സുഹൃത്ത് വിളിക്കുന്നതിന്റെ പേരിലാണ് അവിടേക്ക് ചെല്ലുന്നത്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് ഇന്ന പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊണ്ട് ചെല്ലുന്ന വ്യക്തിക്കും കൊണ്ടുപോയ ആൾക്കും ഒരുപക്ഷെ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും അവര് പോയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സംഭവം അവിടെ പറയാതെ അവനെ കൊണ്ടുപോയി അവിടെ എത്തിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വയറ് നിറയെ അടിയും കൊണ്ട് ഒരുപക്ഷെ അവിടുന്ന് പോന്നേക്കാം. എന്ന പോലെ തന്നെ നമ്മളുടെ ഈ ബിസിനസ്സിൽ നമ്മൾ പല ആളുകളെയും കാര്യങ്ങളൊന്നും പറയാതെ നമ്മളുടെ മീറ്റിങ്ങിൽ കൊണ്ടുപോകാറുണ്ട് അല്ലെ. പല സ്ഥലത്തും നമ്മളെ ടീമിനെ കൊണ്ടുപോയിട്ട് കയറ്റാറുണ്ട്, ഓരോ GTS മീറ്റിങ്ങിലും ഒക്കെ തന്നെ. ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ സാധ്യത എന്താണെന്നോ അതല്ലെങ്കിൽ ഇതിലൂടെ ഏത് രീതിയിലാണ് വരുമാനം ഉണ്ടാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടാവില്ല ആ വ്യക്തിനെ നമ്മൾ GTS കൊണ്ടുപോയിരുത്തുക. അപ്പൊ GTS കൊണ്ടുപോയി ഇരുത്തിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോക്കസ് മീറ്റിങ്ങിൽ കൊണ്ടുപോയി ഇരുത്തി എവിടെയെങ്കിലും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടാവില്ല നമ്മൾ ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു മീറ്റിങ്ങിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ആ മീറ്റിങ്ങിനെ വന്ന വ്യക്തി ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് നമുക്കറിയില്ല. ഏതായാലും നമ്മുടെ നല്ല നല്ല GTSകളിലൊക്കെ തന്നെ അവരെ പോസിറ്റീവായിട്ട് നമുക്ക് ആ സമയത്ത് കൊണ്ടുവരാൻ പറ്റും. അധികം ആൾക്കാർക്കും പറ്റുന്ന പിഴവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ GTS കയറി കഴിഞ്ഞാൽ എല്ലായി അവൻ എന്റെ ബിസിനസ്സിൽ വന്നു 100% എന്റെ കൂടെ അവൻ നിൽക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അവൻ ഒറ്റ വട്ടത്തിൽ നമ്മൾ പല പ്രാവശ്യം കേട്ട് നമ്മൾ പോസിറ്റീവായ ഒരു പ്രോഗ്രാമിലേക്കാണ് അവനെ നമ്മൾ ഒറ്റ തവണ കൊണ്ടുപോകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അതിന്റെ കറക്റ്റ് അതിന്റെ പിക്ചർ അവന്റെ മനസ്സിൽ ഏത് രീതിയിലാണോ കയറിയത് നമുക്കറിയില്ല. ഞാനത് പറയാൻ കാരണം എന്റെ ജീവിതത്തിലുള്ള അനുഭവമാണ്. എനിക്ക് ആദ്യത്തെ GTS കയറിയ സമയത്ത് ഏതാണ് കമ്പനി എന്നോ ഏതാണ് പ്രൊഡക്റ്റ് എന്നോ ഏതാണ് നമ്മളുടെ സിസ്റ്റം എന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല. 2-3 തവണ കേട്ട സമയത്താണ് എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ, എന്താണ് സക്സസ് ബെറി ഗ്ലോബൽ, എന്താണ് എലമെന്റ്സ് എന്നതൊക്കെ എനിക്ക് മനസ്സിലായത് 2-3 മീറ്റിംഗ് കേട്ടതിന് ശേഷമാണ്. ഒരു പക്ഷെ എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം നമ്മളുടെ ടീമിലും അതുപോലത്തെ അറിവില്ലാത്ത ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഉടനെ തന്നെ ഒരു 24 മണിക്കൂർ തികയുന്നതിന്റെ മുമ്പ് അവരടുത്ത് പോയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കമ്പയർ ചെയ്യാതെ മറ്റ് ബിസിനസ്സുമായി കമ്പയർ ചെയ്യുന്നതിന്റെ മുന്നേ ശരിക്കും നമ്മളുടെ ബിസിനസിന്റെ ക്ലാരിറ്റി കൊടുക്കും. എന്താണ് ഈ ഒരു ബിസിനസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്, ഈ ഒരു മറ്റ് ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് എന്താണ്, ഈ കമ്പനി എന്താണ്, ഈ കമ്പനിയിലൂടെ നമുക്ക് ഓരോരുത്തരും കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്താണ്, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്, നമുക്ക് എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ വിജയിക്കും എന്നതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എത്രത്തോളം സപ്പോർട്ട് നമുക്ക് ഉണ്ട്, ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പ് ഉണ്ട്. ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും മറ്റ് മേഖലയിൽ നിന്ന് കിട്ടാത്ത സെക്യൂരിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ആ വ്യക്തിയുടെ മുന്നിൽ 24 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയുടെ മൈൻഡിൽ കയറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ബിസിനസ്സിൽ അവരെ വളരെ കറക്റ്റ് ആയിട്ട് നമ്മളുടെ കൂടെ നിർത്താൻ പറ്റുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞാൻ ഒരിക്കൽ കൂടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ GTS പങ്കെടുത്ത ഒരുപാട് വ്യക്തികൾ നമ്മളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് ഫോം ഫില്ല് ചെയ്ത് 500 രൂപ അഡ്വാൻസ് തന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ആ ഓരോ മീറ്റിംഗിൽ കയറുന്ന അപ്പൊ കഴിഞ്ഞ GTS പങ്കെടുത്ത സമയത്ത് ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം പുതിയ ആളുകൾ നമ്മളുടെ ബിസിനസ്സിൽ അവസരം കേൾക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അവസരം കേട്ട വ്യക്തികളൊക്കെ അത്രത്തോളം ആളുകൾ നമ്മളുടെ ബിസിനസ്സിൽ കയറിയോ എന്ന് ഉറപ്പ് വരുത്തുന്ന ഓരോ വ്യക്തികളും കൊണ്ടുവന്ന വ്യക്തികളെ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ എത്ര വ്യക്തികളെ പുതിയ വ്യക്തികളെ നിങ്ങൾ GTS കയറ്റി, ആ കയറ്റിയ ആളുകളെയൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ അഡ്വാൻസ് വാങ്ങി അല്ലെങ്കിൽ അവരെ ക്യാഷ് വാങ്ങി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങി നമ്മളുടെ ബിസിനസ്സിൽ അവരെ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ GTS സൂപ്പറായിട്ടോ അവിടെ പ്ലാൻ പറയുന്നതും ആളുകൾ കയറുന്നതോ സൂപ്പറായിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമുക്ക് കാര്യം വേണമെങ്കിൽ
നമ്മള് സൂപ്പറായിട്ട് ഈ ഒരു ബിസിനസിന്റെ അവസരം കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട ആളുകളെ നമ്മളുടെ പാർട്ട്ണർമാരായി നമ്മളുടെ കൂടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. എങ്കിൽ അത് നമ്മളുടെ ലാഗിങ് കൊണ്ട് മാത്രമാണ് അത് പോണത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കറക്റ്റ് സമയത്ത് അന്ന് തന്നെ ആ GTS നമ്മളുടേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി 5:30 ആകുന്ന സമയത്ത് കഴിയും. അന്ന് രാത്രി തന്നെ ജെൻസിനെ കാണണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോയിട്ട് തന്നെ നമുക്ക് അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് അത് അവനവൻ ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ കഴിയാം. പല ആളുകളും ചിന്തിക്കുന്നത് അത് ഇന്റെ കാര്യമല്ലല്ലോ, അവനല്ലേ കൊണ്ടുവന്നത്, അവൻ പോയി നോക്കട്ടെ. അവൻ കൊണ്ടുവന്ന വ്യക്തിയെ കൂടെ കൂട്ടിയിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അത് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് അതിലൂടെ വിജയിക്കാൻ കഴിയാം. എനിക്ക് പറയാനുള്ളത് ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം, അതായത് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തം എന്താണ്. ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്കൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. പക്ഷെ എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് എന്തോ ആയിക്കോട്ടെ, ഈ ബിസിനസ്സിൽ ആളെ കാണാനായിക്കോട്ടെ, കണ്ട ആളുകളെ പോയിട്ട് വീണ്ടും എനിക്ക് എന്റെ കൂടെ പോരാനൊന്നും ആരും ഇല്ല എന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ജോയിൻ ചെയ്ത ആളടുത്ത് പോയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന റാങ്ക് കയറട്ടെ, ഇത്ര രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ വരുമാനം കിട്ടട്ടെ എന്നിട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ച് നമ്മളുടെ ഉത്തരവാദിത്തം, നമ്മളാണ് ഈ ബിസിനസ്സിന്റെ, എന്റെ ബിസിനസ്സാണ് എന്നൊരു ഉത്തരവാദിത്തത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സമയത്ത് മാത്രമുള്ളൂ നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ കഴിയാം. അപ്പൊ അതിന് ചില ആൾ ഒരു വീട്ടുജോലി ചെയ്യിക്കോട്ടെ, ഒരു വീട്ടമ്മയാണ്, ഒരു സാധാരണ വീട്ടമ്മയാണ്, ഒരു വീട്ടിൽ 4-5 അംഗങ്ങളുണ്ട്. 4-5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2-3 ആളുകളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു വീട്ടുജോലിയുടെ ഉത്തരവാദിത്തം ഉണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ജോലി വളരെ കറക്റ്റ് ആയിട്ട് അത് ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമുള്ളൂ അത് എന്നും, ഒരു ദിവസം മാത്രമല്ല. ഞാൻ ഒറ്റക്കല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, അവരും ചെയ്യട്ടെ, ഞാൻ ഒറ്റക്ക് ചെയ്തതിനെ കൊണ്ടായില്ലല്ലോ, അവര് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഓരോരുത്തരും നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു വീട്ടുജോലി ആണെങ്കിൽ പോലും അത് ഭംഗിയാവില്ല. നേരെ മറിച്ച് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തം ഇന്നതാണ്, അത് ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് അത് ഭംഗിയോടുകൂടെ ഞാൻ ചെയ്യുന്ന സമയത്തുള്ളൂ എനിക്ക് ഈ ഒരു ബിസിനസ്സിലാണെങ്കിലും അതേപോലെ എന്റെ വീട്ടിലാണെങ്കിലും വിജയിക്കാൻ കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. വീട്ടുജോലിയിലാണെങ്കിലും നമ്മളുടെ ഈ ബിസിനസ്സിൽ ശരിക്കും ഒരു ഹോൾ മീറ്റിംഗ് നടത്തിയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് നടത്തിയിക്കോട്ടെ, GTS നടത്തിയിക്കോട്ടെ, ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കോട്ടെ, നമുക്കുള്ള ഒരു ഉത്തരവാദിത്തം അത് കറക്റ്റ് ആയിട്ട് അത് എന്നിൽ അർപ്പിതമായതാണ് എന്നൊരു ചിന്തയോട് കൂടെ തന്നെ നമ്മൾ അതിനെ കണ്ടെങ്കിലുള്ളൂ നമുക്ക് അതിൽ വിജയിക്കാൻ കഴിയാം. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ ടീം വരുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1-2 വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ലീഡർമാരായി അവർ ചെയ്തോളും എന്നൊരു ചിന്തയാണ്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കാതെ നമ്മളുടെ ടീമിൽ വന്ന എന്റെ ടീമാണ്, അത് ഞാൻ ചെയ്യിപ്പിച്ചതാണ്, ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് മറ്റുള്ളവർ ചെയ്തതിന്റെ ക്രെഡിറ്റ് പോലും നമ്മൾ ഓരോരുത്തരും വാങ്ങിയെടുക്കുന്ന ഒരു ശീലം നമ്മളുടെ ടീമിലും നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ കണ്ടുവരാറുണ്ട്. ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് നമ്മളല്ല വാങ്ങിയെടുക്കേണ്ടത്. അതിന്റെ ക്രെഡിറ്റ് നമുക്ക് നമ്മളുടെ കൂടെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ നമ്മളുടെ അപ്ലൈൻസ് ലീഡേഴ്സ്, ഇത് അവർ തന്നിരിക്കും. അതല്ലാതെ നമ്മളാണ് അത് ചെയ്തത് എന്നത്, നമ്മൾ മറ്റുള്ളവർ ചെയ്തതിന്റെ ക്രെഡിറ്റ് പോലും നമ്മൾ വാങ്ങിയെടുക്കുന്ന ഒരു ശീലം ഒരിക്കലും നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അത് അവർക്ക് ആരാണോ അത് ചെയ്തത് അവർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ടീമിൽ പല പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. ഈ ബിസിനസ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ നടക്കാറുണ്ട്. മീറ്റിംഗ് വെക്കുന്ന സമയത്താണെങ്കിലും പല സമയത്തും ഒരു പ്ലാൻ പറയുന്ന സമയത്താണെങ്കിലും ഒക്കെ പോരായ്മകൾ ചിലത് സംഭവിക്കാറുണ്ട്. ആ പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ തലയിലിട്ട് കൊടുക്കുന്ന ഒരു ശീലം ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരാറുണ്ട്. ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരാളെ വെറുപ്പിച്ചിട്ടോ നമുക്ക് ഈ ഒരു ടീമിൽ നമുക്ക് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും കഴിയില്ല. നല്ലൊരു ടീമിനെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എത്ര ലീഡർ പൊസിഷനിൽ പോയി കഴിഞ്ഞാലും നമ്മളൊരു ലീഡറായി എന്നൊരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് എപ്പോഴും നമ്മളുടെ ടീമിനെ കൂട്ടിപ്പിടിച്ച് അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. ഒരു ഫാസ്റ്റ് ട്രാക്കർ ലീഡർ പോലും ആവുന്നതിന്റെ മുന്നേ ഒട്ടുമിക്ക ആളുകൾക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഞാനൊരു ലീഡർ അയക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന എത്രത്തോളം നമ്മൾ അവർക്ക് ഓരോരോ ക്രെഡിറ്റ് കൊടുക്കുന്നോ അത്രത്തോളം അതിൽ അവർ ലീഡർമാരായി എന്നൊരു ചിന്ത വരികയാണ് ചെയ്യുന്നത്, അഹങ്കാരം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും
ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഓരോരുത്തരും ക്രെഡിറ്റ് തരുന്ന സമയത്ത് അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി നിങ്ങളും നിങ്ങളുടെ കൂടെ വന്ന ആളുകൾ ചെയ്ത കാര്യത്തിന് അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുക. അതായത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരുടെ പെരടിക്ക് ഇട്ട് കൊടുക്കാതെ ആ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കാനുള്ള കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്ത് അത് പ്രവർത്തിച്ച് ആ പ്രശ്നം ഒരു കച്ചറയിലേക്കും പ്രശ്നത്തിലേക്കും പോകാതെ അത് പരിഹരിച്ചു കൊടുക്കും. അത് നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ചില സമയത്ത് നമുക്ക് വിഭവങ്ങൾ പരിമിതമായിരിക്കും. അതിലും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അതായത് ഇപ്പൊ ഒരു വീട്ടില് ഒരു 6 പേരുണ്ട്. ഒരു വീട്ടിൽ ഒരു 6 പേരുണ്ടെങ്കിൽ ഒരു 4 മണിക്കത്തെ സ്നാക്സ് ഒക്കെ ഒരു പക്ഷേ ഒരു 6 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ 6 ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം വരുന്ന വ്യക്തികൾ 1-2 എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ, ഒരു നിസ്സാര സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞതാണ്, എടുത്തു കഴിച്ചാൽ മറ്റുള്ള ആളുകൾ വരുന്ന സമയത്ത് അവർക്കത് ഒന്നുപോലും ഉപയോഗിക്കാനില്ലാത്തൊരു സാഹചര്യം കാണും. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഈ ബിസിനസ്സിലും പല സമയത്തും നമുക്ക് പല സിറ്റുവേഷനിലും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തൊരു സാധനം, ഒരു വിഭവം നമ്മളുടെ മുന്നിൽ കാണുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, അത് ഉപയോഗിക്കരുത്. ഒരു പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്യൂല, അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു അറിവ് തരേ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലും നമ്മൾ കണ്ടുവരുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധയോടെ, വിഭവങ്ങൾ നമ്മളുടെ മുന്നിൽ കണ്ടാൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിനു വേണ്ടിയിട്ട് ഒരു ആവേശം കാണിക്കുക. അതൊരിക്കലും നമ്മളുടെ ടീം വർക്കായിട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ടീമിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം ടീം അംഗങ്ങളെ തള്ളിപ്പറയുക. ചില ലീഡർഷിപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുള്ളതാണ്. അതിലൊക്കെ വളരെയധികം ശ്രദ്ധ വെച്ചെങ്കിലുമാണ് നമുക്ക് നല്ലൊരു ടീമിനെ വാർത്തു കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ടീം അംഗങ്ങളെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയരുത്. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ വെച്ച് പറയാതെ, ഒരു ടീമിന്റെ മുന്നിൽ വെച്ച് പറയാതെ, അവരെ നേരെ വിളിച്ചിട്ട് ഇന്നി പ്രശ്നങ്ങളുണ്ട്, അത് നിന്റെ ഭാഗത്ത് ഞാൻ കണ്ടുവരുന്നുണ്ട്, അപ്പൊ അത് ഞാൻ ടീമിന്റെ മുന്നിൽ നിന്ന് പറയാതെ അതിനൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിന്നോട് വ്യക്തിപരമായിട്ട് അത് പറഞ്ഞെങ്കിലല്ലേ അത് മാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് എന്ന് രഹസ്യമായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. അപ്പോഴുള്ളൂ അവർക്ക് കുറ്റം തള്ളിപ്പറയൽ ഒരിക്കലും ഒരു വ്യക്തികളും ഇഷ്ടപ്പെടൂല. അവരെ അടുത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അത് ടീമിന്റെ മുന്നിൽ നിന്ന് പറയുന്നത് ഏതൊരു വ്യക്തി ഇഷ്ടപ്പെടൂല. അത് വ്യക്തികളായിട്ട് വിളിച്ചിരുത്തിയിട്ട് അവരെ കയ്യിലുള്ള പോരായ്മകൾ നമ്മൾ അത് അവരോട് സ്വകാര്യമായിട്ട് പറയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ആറാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരെക്കാളും ഞാനാണ് വലിയവൻ എന്നൊരു ചിന്ത ആദ്യം നമ്മൾ മാറ്റി വെക്കുക. അത് ഒരു പക്ഷേ നമ്മളെ കൊണ്ടുവന്ന അപ്ലൈന് നമ്മളതിനേക്കാളും കഴിവില്ലാത്തവരായിരിക്കാം, നമ്മളതിനേക്കാളിലും ഭംഗിയില്ലാത്തവരായിരിക്കാം, നമ്മളതിനേക്കാളിലും ആളുകളായിട്ട് സംസാരിക്കാനോ അതല്ലെങ്കിൽ പ്ലാൻ പറയാനോ കഴിവില്ലാത്ത ആളുകളായിരിക്കാം. അതേ കൂടെ നമ്മുടെ കൂടെ വന്ന ആളുകളും അങ്ങനെ ഒരു പക്ഷേ അങ്ങനത്തെ ആളുകൾ ഉണ്ടായേക്കാം. ഞാനാണ് അവനേക്കാളിലൊക്കെ കഴിവുള്ളവൻ, എനിക്ക് അവനേക്കാളിലൊക്കെ എല്ലാം, ഞാൻ ഈ ഒരു ബിസിനസ്സിലല്ലാതെ വേറൊരു മേഖലയിൽ നിന്ന് പ്രവർത്തിച്ച സമയത്ത് ഞാൻ ഇന്ന പൊസിഷനിൽ നിന്ന ആളാണ്, എനിക്കിപ്പോ അവര് പറയുന്നത് കേട്ടോളണം എന്നില്ല എന്നൊരു ചിന്ത ഉള്ള ആളുകൾ പല ആളുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ചിന്ത മാറ്റി വെച്ച് മാത്രം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ കഴിയുക. ഞാൻ എന്ന ഒരു ഭാവമുണ്ട്, അത് നമ്മൾ മാറ്റി വെക്ക തന്നെ വേണം. ഈ ഒരു ബിസിനസ്സിൽ എന്തായാലും അത് ശരിയാവില്ല. അപ്പൊ അത് നമ്മളുടെ വിജയത്തിനെ ബാധിക്കും, നമ്മളുടെ ടീമിന്റെ വിജയത്തിനെ ബാധിക്കും. ഞാൻ എന്ന ഭാവം നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കാം. ഏഴാമത്തെ കാര്യം, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ എന്താണോ, നമ്മളെ ടീം മീറ്റിംഗ് കൂടുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, ഇവർ പറയുന്നതിൽ കാര്യമുണ്ടോ, എന്താണ് ഇവർ പറയുന്നത് എന്ന് പോലും ശ്രദ്ധിക്കാതെ നമ്മൾ തന്നെ പറയും ചെയ്യുക, നമ്മൾ തന്നെ അതിൽ ഒരു അവസരം ഒരു തീരുമാനം എടുക്കും ചെയ്യുക. അങ്ങനെയാണ് സമയത്ത് നമ്മുടെ ടീമിന് കൂടുതൽ വളർച്ച ഉണ്ടാവില്ല. അപ്പൊ അതിന് ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഒരു 5 വ്യക്തികളുണ്ട്. ഒരു 5 വ്യക്തികൾ ഒരു ബിസിനസ് മീറ്റിംഗ് കൂടുകയാണ്. ഒരു ബിസിനസ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് 5 വ്യക്തികളുടെ കയ്യിലും 2-3 അല്ലെങ്കിൽ 3 പോയിന്റ് ഉണ്ട്. ഒരു 3 പ്രശ്നത്തിന് പരിഹാരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം 3 അഭിപ്രായങ്ങൾ ഈ 5 പേർക്കുണ്ടെങ്കിൽ ഈ അഭിപ്രായം മുഴുവൻ പറയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 15 പോയിന്റാണ് നമുക്ക് കിട്ടുക. 15 അവസരങ്ങളാണ് നമുക്ക് കിട്ടുക. ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന 15 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ ഒറ്റക്ക് പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെറും 3 കാര്യങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മളുടെ കൂടെ വന്ന പാർട്ട്ണർമാരുടെ അഭിപ്രായം കൂടെ ചോദിച്ച്
അതിൽ നിന്നും നല്ലത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് 15ഓളം നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടാൽ അത് വേണ്ട എന്ന് തന്നെ വെക്കണം. നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനെ സ്വീകരിക്കുകയും വേണം. ഇപ്പൊ നമ്മളുടെ മനോജ് സാറ് പോലും പിന്നെ നമുക്ക് പല കാര്യങ്ങളും ഒരിക്കലും നമ്മളോട് ചോദിച്ചിട്ടല്ലാതെ തന്നെ മനോജ് സാറിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും തീരുമാനിക്കാനുള്ള അറിവും കഴിവും അതിന് വേണ്ട പ്രാപ്തിയും എല്ലാം ഉണ്ട്. എന്നാൽ പോലും മനോജ് സാറ് നമ്മളോട് പല സമയത്തും അഭിപ്രായം ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് ഇനി കൊടുക്കേണ്ടത് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല, നമ്മളുടെ അഭിപ്രായം കൂടെ മാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം നമ്മളെ ടീമിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 8ാമത്തെ കാര്യം, നമ്മൾ പറയുന്ന, അതായത് ഞാനൊരു ലീഡറാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബെറിസ്റ്റർ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്കർ ഒരു ലീഡറാണ്. ആ ലീഡർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കുള്ളൂ. വേറൊരു കാര്യം അവിടെ നടപ്പിലാക്കൂല. സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാ, ആ അഭിപ്രായങ്ങൾ മാത്രം ടീമിൽ നടപ്പിലാക്കുക. അതൊരിക്കലും ഒരു ടീമിന്റെ നല്ല വളർച്ചയ്ക്ക് അത് വളരെയധികം കോട്ടം തട്ടിക്കും. നമ്മളുടേതായ അഭിപ്രായങ്ങൾ മാത്രം മാറ്റിവെക്കാതെ നമ്മളുടെ ഒരു മെന്റർ, നമ്മളുടെ ഒരു ലീഡർ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലൈന് പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഗ്രൂപ്പിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും നടപ്പിലാക്കുന്ന സമയത്തും അദ്ദേഹത്തോടൊന്ന് ചോദിച്ച്, ഒരു അഭിപ്രായം ചോദിച്ച് അത് നമ്മൾ ഗ്രൂപ്പിൽ നടപ്പിലാക്കുക. അതല്ലാതെ ഞാൻ പറയുന്ന കാര്യം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ, അതേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ നിന്നും നമ്മൾ ഒഴിവാക്കുക. നമ്മളുടെ നല്ലൊരു ടീമിനെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും 4-5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ്. ഏതൊരു വ്യക്തിക്കും നമ്മളുടെ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എളിമ അത്യാവശ്യമാണ്. നമ്മളാണ് വലിയ ലീഡർ, ഞാനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്റെ ടീമിനെ ഞാൻ തന്നെ നയിക്കും, എന്റെ ടീമിന് വേണ്ടിയിട്ട് വേറൊരാളൊരു കാര്യം ചെയ്തു തരണ്ട എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഈ ഒരു വർക്കിൽ ഒരിക്കലും അവർ വിജയിക്കൂല. നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് വെച്ച് നല്ലൊരു ടീമിനെ ഗൈഡ്ലൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള അറിവുകളും കഴിവുകളും ഒക്കെ പല ആളുകളിൽ നിന്നും നമ്മൾ എടുത്ത് അത് നമ്മളുടെ ടീമിനെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നവനാണ് മിടുക്കൻ. അതേപോലെ നമ്മളുടെ ലീഡർമാരുടെ കഴിവുകൾ, പല ലീഡർമാർക്കും പല കഴിവുകളും ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരേ കഴിവായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള കഴിവാണോ നമ്മളുടെ അപ്ലൈന്മാർക്കുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശീലിച്ചെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ കഴിയുക. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നീട്ടി പറഞ്ഞതല്ല, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചില കാര്യങ്ങൾ, എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഭാഗത്തു നിന്ന് വന്നേക്കാവുന്ന പോരായ്മകളാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഒരിക്കലും എനിക്ക് പഠിപ്പായിരുന്നോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഞാൻ ഉയർന്നൊരു ലീഡർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് പഠിപ്പുകളും ഒരുപാട് കാര്യങ്ങളും ഇനിയും പഠിക്കേണ്ടതും അറിയേണ്ടതുണ്ട്. നമ്മളൊരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് പല ആളുകളും, മനോജ് സാർ ആയിക്കോട്ടെ, നിഷാന്ത് സാർ ആയിക്കോട്ടെ, നമ്മളുടെ ഗ്രേറ്റ് ലീഡർമാര്, നിങ്ങളുടെ ഏത് ഗ്രേറ്റ് ലീഡർമാരായാലും നമ്മളുടെ സാറുമാര് നമുക്ക് ക്ലാസ് തരുന്ന സമയത്ത് നോട്ടും പേനയും നമ്മളുടെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മളെല്ലാം തികഞ്ഞവരാണ്, നമുക്ക് അതൊന്നും എഴുതിയെടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമുക്ക് അറിയോലോ എന്നൊരു ചിന്ത ഉള്ള ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മുബീൻ സാർ വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകൊണ്ടോ, മുബീൻ സാർ ഒരു മീറ്റിംഗ് കേൾക്കുന്നുണ്ടെങ്കിൽ മനോജ് സാർ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ വേറെ ഏതൊരു ലീഡർ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്തും മുബീൻ സാറിന്റെ കയ്യിൽ ഒരു പേന ഉണ്ടാവും, ഒരു ഡയറിയോ അല്ലെങ്കിൽ പേപ്പറോ ഉണ്ടാവും. മുബീൻ സാർ അതിൽ കുറിച്ചു വെക്കുന്നത് കാണാം. അദ്ദേഹത്തിനൊന്നും ഒരിക്കലും ഈ ബിസിനസിന്റെ ABCD ഇനി ഒരാൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ട. പക്ഷെ എന്നാലും അദ്ദേഹം ഓരോ പോയിന്റ് എഴുതി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു ചിന്ത ഉണ്ട്, നമ്മളിപ്പോ തന്നെ വലിയ ലീഡർമാരായിട്ടുണ്ട്, നമുക്ക് ഒരാൾ പറയുന്നതൊന്നും നമുക്ക് അനുസരിക്കണമെന്നില്ല എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ഈ ബിസിനസ്സിനെ വേണ്ട രീതിയിൽ നമുക്ക് വളർത്താൻ കഴിയില്ല. അപ്പൊ സിസ്റ്റം എന്താണോ ചെയ്യുന്നത്, സിസ്റ്റം ഫോളോവർ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ആ രീതിയിലുള്ള നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ കഴിയാം. ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വെറിഡേ എന്നൊരു പ്രോഗ്രാം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളുടെ മനോജ് സാറ് 2026 കാലയളവിൽ 1-2 കൊല്ലം കൂടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ദീർഘസമയത്തേക്കുള്ള ഒരു പ്ലാനിങ് നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടോ? ഒരു 2024 തികയണമെങ്കിൽ ഇനി ഇവിടെ വെറും 6 മാസേ ഉള്ളൂ. നമ്മളുടെ ഇടയിൽ നമുക്കൊരു ബെറിഡേ എന്നൊരു പ്രോഗ്രാം തന്നത്, കഴിഞ്ഞ പ്രാവശ്യം ബെറിഡേ എന്നൊരു പ്രോഗ്രാം വെച്ച സമയത്ത്
എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും അതിനെ കണ്ടിട്ടുള്ളത്. അതിന്റെ 4 ഇരട്ടി പവർ നമുക്ക് ഇപ്രാവശ്യത്തെ ബെറിഡേക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ മനോജ് സാർ അതിലേറെ അത് കണ്ടേ, അത് കേട്ടെ, അതിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം അത് കളർഫുൾ ആയിരുന്നു, എത്രത്തോളം പ്ലാനിങ്ങോട് കൂടെ ചെയ്തിട്ടാണ് അത് കളർഫുൾ ആയത്. ഇനി ഒരു ബെറിയുടെ നമുക്ക് 2024 നടക്കുന്നുണ്ടെങ്കിൽ അത് അതിലേറെ കളർഫുൾ ആയിരിക്കും, അതിലേറെ 4 ഇരട്ടി സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അതിൽ എത്ര അച്ചീവറുമായിട്ടാണ് നമ്മൾ അവിടെ കയറാനുള്ളത്, നമ്മൾ എത്ര അച്ചീവർ ആയിട്ടാണ് നമ്മൾ അവിടെ കയറുന്നത്, അതിന്റെ ഒരു പ്ലാനിങ് ഉണ്ടാക്കാത്ത ആളുകൾ ഇപ്പൊ തന്നെ അതിന്റെ പ്ലാനിങ് നടത്തുക. നമ്മൾ ബെറിഡേയിൽ നമ്മളുടെ ടീമിൽ നിന്നും എത്ര ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്, എത്ര ലീഡേഴ്സ് ഉണ്ട്, TCNA പോലെ ലീഡർമാർ എത്ര എണ്ണം ഉണ്ട്, അവരുടെയൊക്കെ പ്ലാനിങ് എന്താണ്, അതാത് ടീമിലുള്ള അതാത് ലീഡർമാർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇന്ന് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ ബെറിഡേക്ക് ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ട് ബെറിയുടെ ഇത്ര മാസം, അതിൽ ഇത്ര വീക്കില് നമുക്ക് എത്ര ആളുകളുടെ അച്ചീവ്മെന്റ്സ് അതിലൂടെ ഓരോരുത്തർക്കും ഉള്ള ഒരു ടാർഗറ്റ് ഇട്ട, അതായത് അന്ന് അവിടെ കയറാനുള്ള ഒരു റാങ്ക്, ഒരു ഫാസ്റ്റ് ട്രാക്കറായി നിൽക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു DTC എന്ന ലെവലിലേക്ക് എത്താനുള്ള ഒരു ടാർഗറ്റ് ഇന്ന് പൂർത്തിയാക്കുക. അത് ഇന്ന് റെഡിയാക്കിയിട്ട് അതിന് എത്ര കണ്ട് വോളിയം വേണം എന്നുള്ളത് ആദ്യം എഴുതി വെക്കുക. അതിന്റെ നമ്മൾ എഴുതി വെക്കാത്ത ഒരു കാര്യം നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. നമ്മൾ ഒരു ദിവസം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സമയം നമ്മൾ ഇന്ന് അതിന്റെ ഒരു തെളിവ് നമുക്ക് ഇന്ന് ഇട്ട ഡ്രസ്സ് നമുക്ക് അറിയാൻ പറ്റും, ഇന്നലെ ഇട്ട ഡ്രസ്സ് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ മിനിഞ്ഞാന്ന് ഇട്ട ഒരു ഡ്രസ്സ് ഒരിക്കലും നമുക്ക് ആലോചിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലെ. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ശരീരത്തിൽ ധരിച്ച ഡ്രസ്സ് പോലും ഏതാണെന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി വെച്ച ഒരു കാര്യം, നിങ്ങൾ എത്രയോ മാസങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചതാണെങ്കിലും ഇന്ന ഡയറിയിൽ ഇന്ന സ്ഥലത്ത് ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ, ഇന്നൊരു ഫാസ്റ്റ് ട്രാക്കർ ലെവലിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബെറി സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന ലെവലിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു DTC ലീഡർ ആയിട്ട് അവിടെ കയറാൻ പറ്റും. പെർഫോമൻസ് ബോണസ് തുടർച്ചയായിട്ട് 3 മാസമെങ്കിലും അടിച്ച് അവിടെ കയറാൻ പറ്റും എന്നൊരു തീരുമാനം നമ്മൾ ഇന്നെടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ടാർഗറ്റ് ചെയ്യാതെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയൂല. അതിന് വേണ്ടിയിട്ട് ഇത്ര മാസമുണ്ട്, ഇത്ര മാസത്തിൽ എത്ര ആഴ്ച ഉണ്ട്, ഓരോ വീക്കും എഴുതി വെച്ച് ആ ഓരോ വീക്കിലും നമുക്ക് ആ ഒരു വോള്യത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ ക്ലോസിംഗ് ടീമിൽ നടക്കണം എന്നുള്ളത് ഓർഗ് 1 ഇത്ര, ഓർഗ് 2 ഇത്ര എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി കാൽക്കുലേഷൻ നടത്തിയിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇന്ന് അത് എഴുതി വെച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബെറിഡേ എന്ന പ്രോഗ്രാമിൽ ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക് പോലും ഒരു DTC എന്ന റാങ്കിൽ കയറാൻ പറ്റും. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഇത് ഞാൻ തെളിയിച്ച് കാണിച്ച വ്യക്തിയാണ്. നമ്മൾ ബെറിഡേ എന്നൊരു പ്രോഗ്രാം വെച്ച സമയത്ത് കഴിഞ്ഞ ബെറിഡേയിൽ യൂനിസ് എന്ന വ്യക്തിയെ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് കൊണ്ടുപോയത് എന്നുണ്ടെങ്കിൽ ഇന്ന് യൂനിസ് എന്ന വ്യക്തി 6 മാസം കഴിയുന്ന സമയത്ത് അവര് ഈ ബിസിനസ്സിൽ വന്നിട്ട് പാകെ 1 കൊല്ലം ആയിട്ടേ ഉള്ളൂ. അവര് DTC എന്ന ലെവൽ കഴിഞ്ഞ് ഒരു വണ്ടി അച്ചീവ് ചെയ്ത് അവർക്ക് വേണ്ട ഗോളും അവർക്ക് വേണ്ട ഡ്രീമും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു റാങ്ക് അവരെ എത്തിക്കാൻ പറ്റും. ഇനിയുണ്ട് നമ്മളുടെ മുന്നിൽ 5 മാസം എന്തായാലും നമ്മളുടെ മുന്നിലുണ്ട്. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് വേണ്ട രീതിയിൽ നല്ല GPS ഒന്നും ഇല്ല. ഇന്ന് നമുക്ക് മലപ്പുറം പ്രോഗ്രാം പോലത്തെ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ പോയിട്ട് ആദ്യം ചെയ്യേണ്ട പണി, നമ്മൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടീമിനെ കാണാനും 1-to-1 ആയിട്ടും നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. രാവിലെ പെരിന്തൽമണ്ണയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം മണ്ണാർക്കാടാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ചുങ്കത്തറയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും കോട്ടക്കലാണ്. ഇനി ഓരോ ഏരിയകളിലേക്കും നമ്മൾ ഓരോ വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമുക്കൊരു ലക്ഷ്യമല്ല, ഒരു ലഗാനില്ല. ഏത് രീതിയിൽ എത്തണം, ഏത് വി വർക്കിൽ എത്രത്തോളം നമ്മൾ ഉന്നത വിജയങ്ങളിൽ എത്തണം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉന്നത വിജയങ്ങളിൽ എത്തണം, എനിക്ക് നല്ലൊരു ടീം സെറ്റ് ചെയ്യണം, എനിക്ക് ഇതിലൂടെ 2,10,000 വാങ്ങിക്കണം, നല്ല നല്ല വണ്ടികൾ എനിക്ക് വാങ്ങണം, നല്ല വീട് എനിക്ക് ഉണ്ടാക്കണം എന്ന ആവേശവും ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അല്ലെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് രാവിലത്തെ മീറ്റിങ്ങിൽ നമ്മൾ കയറാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഒരു ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് ഇന്ന രീതിയിൽ ഇത്ര രൂപയുടെ ബിസിനസ് ഈ ആഴ്ചയിൽ നടത്തണം എന്ന് ചെയ്യാൻ നമ്മൾ ആരും തയ്യാറല്ല. നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുന്ന ആളുകളും, ഏതൊരു ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, എന്ത് മേഖല ആയിക്കോട്ടെ ചെയ്യുന്ന ആളുകൾക്കും ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഇത്ര രൂപന്റെ കച്ചവടം ഇന്ന സമയത്ത് നടക്കണം. നമുക്ക് ആർക്കും അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള ബിസിനസ് വരാത്തത്.
സാധാരണ ഒരു വീട്ടമ്മയായ എനിക്ക് ഇപ്പൊ കഴിഞ്ഞ മാസത്തിൽ എനിക്ക് ബിസിനസ് നടന്നത് എന്റെ ടീമിൽ എന്റെ യുണീക്ക് ഐഡിക്ക് താഴെ നടന്നത് 22 ലക്ഷം ബിസിനസ്സാണ്. 22 ലക്ഷം ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകതയാണ്. ഏതൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന എത്രയോ ലക്ഷങ്ങൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ഗോഡൌണും അതിനു വേണ്ടിയിട്ട് 10-20 സ്റ്റാഫുകളും അതിനു വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിന്റെ പുറത്ത് അവർക്ക് സ്റ്റാഫുകളെ വെച്ച് അവർക്ക് ബിസിനസ് ചെയ്യണം, അവർക്ക് കൂലി കൊടുക്കണം, അതേപോലെ തന്നെ കറണ്ട് ബില്ല് കൊടുക്കണം, റൂം വാടക കൊടുക്കണം. ഇതൊന്നും ഇല്ലാതെ 22 ലക്ഷത്തിന്റെ ബിസിനസ്, 22.5 ലക്ഷത്തോളം ബിസിനസ് എന്റെ യുണീക്ക് ഐഡിക്ക് താഴെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകതയാണ്. നമ്മളുടെ ടീം പവർ ആണ് അല്ലെ. ഈ ഒരു ടീം പവർ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ടീം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ആദ്യ സമയത്ത് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അതല്ലാതെ ഒറ്റയടിക്ക് ഇപ്പൊ നമ്മൾ അത്ര ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആലോചിച്ച് നോക്കൂ. ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്രത്തോളം ബിസിനസ്, ഈ 22 ലക്ഷം ബിസിനസ് നടക്കണമെങ്കിൽ എത്രത്തോളം സ്റ്റോക്ക് ചെയ്യണം. എനിക്ക് എന്റെ ബിസിനസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ബിസിനസിന് വേണ്ടിയിട്ട് നമുക്കാർക്കും ഒരു സാധനം സ്റ്റോക്ക് ചെയ്യണ്ട, വേണ്ടല്ലോ. 22 ലക്ഷം ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മണ്ണാർക്കാടായിട്ടും നമ്മളുടെ മഞ്ചേരി ആയിട്ടും നമുക്ക് എന്തുണ്ട്, ഗോഡൌണുകളിൽ സാധനം നമ്മളുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇറക്കി തരുന്നുണ്ട് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ട്. നമുക്ക് ഒരാൾക്കും ഒരുപാട് TCNA പോലെ ലീഡർമാരുണ്ട്, ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. ഇത്രത്തോളം ആ ഒരു 10,000-ലേറെ ഫാമിലി നമ്മളുടെ കൂടെ വന്നിട്ടുണ്ട്. ഇവർക്കൊന്നും എന്ത് ചെയ്യണ്ട, ഞാൻ ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ പോലും ഞാൻ അവർക്കാർക്കും കൂലി കൊടുക്കണ്ട. കൂലി ആര് കൊടുക്കുന്നുണ്ട്? നമ്മളുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കമ്പനി നമ്മളുടെ കൂടെ വന്ന പാർട്ട്ണർമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മളുടെ അപ്ലയൻസ് ഉണ്ട്. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടീമിനെ കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സിസ്റ്റം നമ്മളുടെ കൂടെ ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല, നിങ്ങൾ ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് നമ്മളുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള പ്രോഡക്റ്റ് എത്ര കണ്ടിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ വേറെ ഏതൊരു കച്ചവടമാണെന്നുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറിയാൽ ആ പ്രൊഡക്റ്റ് കാണൂല. അത് അതാത് കമ്പനിയുടെ സൈറ്റിൽ കയറിയെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റ് കാണാം. എത്രത്തോളം നമ്മളുടെ പ്രോഡക്റ്റിന് സെക്യൂരിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ കുറവ് മാത്രമല്ലേ നമുക്ക് വരുമാനം ഇല്ലാത്തത്. അപ്പൊ ഇത് ഓരോരുത്തരും അതറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. നമ്മളുടെ ബെറിഡേ എന്നൊരു പ്രോഗ്രാം വളരെ കളർഫുൾ ആയിട്ടും ഭംഗിയായിട്ടും നമുക്ക് നടത്താൻ പറ്റും. നമ്മൾ ഓരോരുത്തരും വിചാരിച്ച റാങ്ക് അതിൽ കയറാൻ പറ്റും. അതിന് എത്രത്തോളം റിസ്ക് എടുത്ത് നമ്മളുടെ മനോജ് സാർ നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിച്ചു തരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ബെറിഡേ എന്നൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളൊരു വേറൊരു മീറ്റിംഗും കൂടെ മനോജ് സാർ നമുക്ക് നടത്തി തരാം, അതിന് കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയാറുണ്ട്, ഞാൻ എന്റെ സെഷൻ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത്. ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയില്ല. ഹോം മീറ്റിംഗ് എങ്ങനെയാണ് വെക്കേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മളുടെ ടീം ഹോം മീറ്റിംഗ് വെക്കാൻ മടി കാണിക്കുന്നത്? ഹോം മീറ്റിംഗ് വെക്കാൻ മടി കാണിക്കുന്നത് എല്ലാവരും പറയുന്നത് എന്താണ്? നീ ഒരു ഹോം മീറ്റിംഗ് വെക്കണം. ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ പോയി ലീഡർ ആവുകയാണ്. നമ്മൾ പോയി ലീഡറായിട്ട് നമ്മൾ അവരോട് പറയാണ്, നീ ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്യേ, ഒരു 100 ആളിൽ കുറയാത്ത ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്യേ. അതെങ്ങനെ ലിസ്റ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അവരെ കൂടെ ഇരുത്തിയിട്ട് ഒരു 25-30 പേരെ ലിസ്റ്റ് അവരിടുന്നത് വരെ അവരെ കൂടെ ഇരുത്തിയിട്ട് നമ്മൾ അവരെ കൊണ്ട് ലിസ്റ്റ് അടിപ്പിക്കുക. ലിസ്റ്റ് അടിപ്പിച്ചതിന് ശേഷം നമ്മൾ അവരെ കൊണ്ട് ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുക. മീറ്റിംഗ് ഫിക്സ് ചെയ്താൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ, ഹോം മീറ്റിംഗ് നടക്കാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഹോം മീറ്റിംഗ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറയുകയാണ് ചെയ്യുന്നത്. ഹോം മീറ്റിംഗ് നമ്മളല്ല സെറ്റ് ആക്കി കൊടുക്കുന്നത്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വിജയിച്ചൊരു കാര്യം, ഹോം മീറ്റിംഗ് വെക്കുന്നതിൽ ഞാൻ വിജയിച്ചൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഹോം മീറ്റിംഗ് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ കൂടെ നിന്നെടുക്കുക. നമ്മൾ കൂടെ നിന്നെടുത്ത് ഏത് സ്ഥലത്താണ് നിനക്കൊരു മീറ്റിംഗ് വെക്കാൻ പറ്റുക? അപ്പൊ ഒരു പക്ഷേ പറയും, എന്റെ വീട്ടിൽ അത് വെക്കാൻ കഴിയൂല, എന്റെ വീട്ടിൽ അത് വെക്കാൻ പറ്റില്ല, എന്റെ അയൽപക്കക്കാര് വരില്ല എന്നുള്ളത്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം നമ്മളെ വീട്ടിലുള്ളവരെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മളെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ആളുകളെ പോയി കാണുക, അവരെ കൂടെ നമ്മൾ പോവുക, അവരെ വീട്ടിൽ പോയിട്ട് ഈ ഒരു മീറ്റിങ്ങിന്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു മീറ്റിംഗ് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ആ വീട്ടുകാരെ ബോധിപ്പിച്ച് അവരെ കൺവിൻസ് ചെയ്യിച്ചെങ്കിലുള്ളൂ ആ വീട്ടിലൊരു പ്രോഗ്രാം നടത്താൻ വീട്ടിലത്തെ ആളുകൾ സഹകരിക്കുക. അതിനുശേഷം ആ വ്യക്തിയെ കൂടെ നമ്മളൊരു ഹോം മീറ്റിങ്ങിനുള്ള ഒരു ടിക്കറ്റ് ഒക്കെ അടിക്കുക. ടിക്കറ്റ് അല്ല, ഇതിനുള്ള ഒരു
പോസ്റ്റർ അടിക്കുക, നമുക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റിയ ഒരു കത്തടിപ്പിക്കുക, ഒരു ക്ഷണക്കത്ത്. ആ ക്ഷണക്കത്ത് അടിച്ചതിന് ശേഷം ഒരു 19 ക്ഷണക്കത്ത് അടിച്ചതിന് ശേഷം അവരെ കൂടെ ആരാണ് അവരെ ജോയിൻ ചെയ്യിപ്പിച്ചത്, പുതിയൊരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ചത്, അതും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം. പക്ഷെ അവർക്ക് എന്ത് ചെയ്യൂല, ആ ഒരു ടീമിനെ ക്ഷണിക്കാനോ അവർക്ക് കാര്യങ്ങൾ പറയാനോ ആ ഒരു മീറ്റിംഗിലേക്ക് ആളെ ക്ഷണിക്കാനോ അവർ പ്രാപ്തരായിട്ടില്ല. അപ്പൊ നമ്മൾ പോകേണ്ടത് എന്താണ്, ആരാണ് അവരുടെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ, അല്ലെങ്കിൽ ആരാണ് ടീം കോർഡിനേറ്റർ, അല്ലെങ്കിൽ ആരാണ് ഏരിയ ടീം കോർഡിനേറ്റർ, ഈ വ്യക്തികൾ അവരെ കൂടെ പോയിട്ട് നമുക്ക് മീറ്റിങ്ങിന് ആളെ ക്ഷണിക്കാനുള്ള മടി കാരണമാണ് നമുക്ക് മീറ്റിംഗ് ഉണ്ടാവാത്തത്. നമ്മൾ അവരെ കൂടെ പോയിട്ട് ക്ഷണിക്കാൻ പോകുന്നതിന്റെ മുന്നേ ആ നാട്ടില് ആരാണോ പ്രഗത്ഭരായ വ്യക്തികൾ, ആരാണോ ആ നാട്ടില് എന്ത് കാര്യങ്ങളും പറഞ്ഞാല് എന്ത് കാര്യങ്ങളും അഭിപ്രായം ചോദിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവും. റിട്ടയർഡ് അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഉന്നത പദവിയിൽ ജോലി ചെയ്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പള്ളിക്കത്തെ ഉസ്താദായിരിക്കാം, അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയിൽപ്പെട്ട ആളുകളായിരിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നാട്ടില് അല്ലെങ്കിൽ പാർട്ടി പ്രമുഖരായിരിക്കാം. ഇവരൊക്കെ നമ്മൾ അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആയിക്കോട്ടെ ആരായിരിക്കാം, അങ്ങനെ നമ്മൾ ചെന്ന് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ അതിന് ഏറ്റവും വലിയൊരു മാർഗമാണ് നമുക്ക് റീഗ. ഇന്ന് നമുക്ക് ഏറ്റവും വളരെയധികം അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് റീഗ എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അവരോട് സംസാരിക്കുക. ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യമായ ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർ പഠിച്ചു വെച്ച കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാം. അതിന് വേണ്ട പ്രയത്നത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതിന്റെ കൂടെ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെയധികം ഭംഗിയാക്കാൻ പറ്റും. നമ്മളുടെ നാടിനെ നമുക്ക് പല രീതിയിൽ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇതിലൂടെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ അവരെ അറിയിക്കുന്ന സമയത്ത് അവര് നമ്മളെ കൂടെ നിൽക്കും. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട, അവര് സംസാരിക്കും. അവരെ ഞങ്ങൾ പറയും, ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത് കൂടെ പറയാം. അവർക്ക് ഒരു കത്തും കൊടുത്ത് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ പോരുക. അതിനുശേഷം അവർക്ക് ഈ മീറ്റിംഗ് വെക്കുന്ന വ്യക്തിക്ക് കാണാനുള്ള അയൽവാസികളെ ചുറ്റുഭാഗത്തും അതേപോലെ നാട്ടിലുള്ള അത്യാവശ്യം വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മൾ കൂടെ ചെന്ന് ക്ഷണിക്കാൻ തയ്യാറായാൽ ഏതൊരു വ്യക്തിയും ഹോം മീറ്റിംഗ് വെക്കാൻ തയ്യാറാവും. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് 1 to 1 ആയിട്ട് ഓടുന്ന സമയത്ത് കാണുന്ന വ്യക്തികളെ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട് അല്ലെ, വണ്ടിയിൽ എണ്ണ അടിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് 1000 രൂപ എണ്ണ അടിച്ച് ഒരു ദിവസം വർക്ക് എടുക്കുന്നതിന് പകരം അത് ചെയ്യണ്ട എന്നല്ല, അത് അത്യാവശ്യം ചെയ്യേണ്ട സ്ഥലത്ത് അത് തന്നെ ചെയ്യണം. പക്ഷേ റിസൾട്ട് ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം മീറ്റിംഗ് സെറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് ഹൈ പ്ലേസിനും നമ്മളുടെ ടീമിൽ ആള് കയറാണ്ട് അവിടെ നമ്മളുടെ രാവിലത്തെ മീറ്റിങ്ങിന്റെ കാര്യം പറയാം. രാവിലെ നമുക്ക് ഡോക്ടർമാർ തരുന്ന നിർദ്ദേശങ്ങൾ, റീഗ എന്ന സെഷനിലൂടെ നമുക്ക് കിട്ടുന്ന എക്സസൈസ്, യോഗ പോലത്തെ കാര്യങ്ങൾ, മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ അറിയിക്കുക, പ്രമുഖരായ ആളുകളെ അറിയിക്കുക. അപ്പൊ അവര് 100% നമ്മളുടെ കൂടെ നിൽക്കും. നാട്ടിലുള്ള എല്ലാ വ്യക്തികളെയും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളാനും നമുക്ക് ഈ വർക്കിൽ ജോയിൻ ചെയ്യാത്ത ആളുകളെ പോലും നമ്മളുടെ റീഗയിൽ ഉൾപ്പെടുത്താനും ആരോഗ്യപരമായിട്ട് പ്രോഡക്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ക്ഷണിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിൽ ചെയ്യുന്ന പാർട്ട്ണർമാരുടെ എണ്ണം കൂട്ടാൻ ഏറ്റവും നല്ല എളുപ്പ വഴി അതാണ്. ഞാൻ തുടക്കത്തിൽ ചെയ്ത കാര്യവും അത് തന്നെയാണ്. ഒരു 2 മീറ്റിംഗ് എന്നോട് വെക്കാൻ പറഞ്ഞ സമയത്ത് 1 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ 6 മീറ്റിംഗ് ആണ് സെറ്റ് ചെയ്തത്. എന്റെ ഒന്നാമത്തെ വിജയം തന്നെ അതിലൂടെയാണ്. 2 മാസം തികയുന്നതിന്റെ മുന്നേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് മനോജ് സാറിന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ഒരു സ്കൂട്ടർ വേണമെന്നുള്ളത്. 2 മാസം തികയും. ജനുവരി 2017 ഡിസംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഡിസംബർ കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 26 ആയ സമയത്തേക്ക് എന്റെ കയ്യിൽ ഹോണ്ട ആക്റ്റീവ പുതിയ സ്കൂട്ടറിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു വണ്ടി ഓടിക്കാനോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസോ ഒന്നും എടുത്ത വ്യക്തി ആയിരുന്നില്ല. പക്ഷെ എന്റെ ഒരു സ്വപ്നം, എനിക്കത് നേടിയെടുക്കണം, വണ്ടി മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഞാനത് പഠിക്കും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു സൈക്കിൾ ബാലൻസ് ഒന്നും പോലും ഇല്ലാതെ എന്റെ വീട്ടിലേക്ക് സുരേഷ് സാറും നിഷാന്ത് സാറും ആ സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് എന്റെ മുന്നിൽ വെറും അതൊരു കളിപ്പാട്ടാണ്. കാരണം അത് എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇതിലൂടെ ഞാൻ അതെല്ലാം നേടിയെടുക്കും എന്നുള്ളത്. സ്വന്തമായിട്ട് എനിക്ക് സ്കൂട്ടർ വാങ്ങി അത് ഓടിക്കാനുള്ള ഒരു ആവേശം, അതിനു വേണ്ടിയിട്ടുള്ള പ്രചോദനം നടത്തി തന്നത് സക്സസ് ബറി ഗ്ലോബലിന്റെ സിസ്റ്റമായിട്ട് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്ന നമ്മളുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറാണ്. നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഓരോ ടീമിനും എത്രത്തോളം നമ്മൾ അതുപോലെ ഈ ഒരു ബിസിനസ്സിലുള്ള സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് നേടാനുള്ള കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം അവരുടെ മൈൻഡിൽ കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്ത 3-ാമത്തെ ദിവസമാണ് എന്നെ കൊണ്ട് ആ ഒരു തീരുമാനം എടുപ്പിച്ചത്. അങ്ങനെ നമ്മളുടെ ടീമിനെ കൊണ്ടും ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഇതിലൂടെ തീരുമാനം എടുപ്പിക്കാൻ കഴിയണം. എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കാൻ കഴിയും. നമ്മൾ ഹോം മീറ്റിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല. ഒരു ഹോം മീറ്റിംഗ് ഇതുപോലെ വെക്കുന്ന സമയത്ത്
നാട്ടിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഇരുന്ന് ഈ ഒരു മീറ്റിങ്ങിനെ വളരെയധികം സന്തോഷത്തോടു കൂടെ ഏറ്റെടുത്ത് അവരെല്ലാവരും അത് കേൾക്കാനും അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം പ്രോഡക്റ്റ് ഉപയോഗിക്കാനും 100% നമ്മളെ വീട്ടിലുള്ള ആളുകളും നമ്മളെ അയൽപക്കത്തുള്ള ആളുകളും അതിന് തയ്യാറാവും. നമ്മൾ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കുക നമ്മളല്ല, നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അതിഥി ഗസ്റ്റ് ആയിട്ട് ആരെയാണോ നമ്മൾ വിളിച്ചത് അവർക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്താലല്ലേ അറിയുള്ളൂ. പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും കഴിക്കണം, നമുക്ക് ഓരോരുത്തർക്കും ആരോഗ്യം ഉണ്ടാകണം, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് ആരാ പറയുന്നത്? നമ്മളല്ല. അവര് പറയുന്ന സമയത്ത് ആ പോസിറ്റീവ് എനർജിയോട് കൂടെ തന്നെ ആ മീറ്റിങ്ങിൽ നിന്നും എല്ലാ വ്യക്തികളും പ്രൊഡക്റ്റ് വാങ്ങിപ്പോകും. പ്രോഡക്റ്റ് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പ്രൊഡക്റ്റ് കഴിച്ചാലുള്ള റിസൾട്ട് 100% നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ. അതിനാദ്യം ആ വീട്ടിലുള്ള ആളുകളെ കഴിപ്പിക്കാൻ തയ്യാറാവുക. 35,000 രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ചില ടീമിൽ നടക്കാറുള്ളത് ഞാൻ കാണുന്നുണ്ട്. 1000 രൂപയുടെ പർച്ചേസിങ്, ഓരോ ജോയിനിങ് എടുക്കുന്നത് 1000 രൂപ, 2000 രൂപ, 3000 രൂപക്കൊക്കെയാണ് ഓരോ ജോയിനിങ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 1000 രൂപക്കും 2000 രൂപക്കും പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ്? നമ്മൾ ഈ വ്യക്തിയെ വിജയിക്കാം എന്നൊരു വാക്ക് കൊടുത്തിട്ടല്ലേ നമ്മൾ അവരെ കൊണ്ടുവരുന്നത്. 1000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത, 2000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആ വ്യക്തി ഏത് പ്രൊഡക്റ്റാ കഴിക്കുക അല്ലെ? അവർക്ക് നമ്മൾ ഏത് പ്രൊഡക്റ്റാ കഴിക്കാൻ നമ്മൾ നിർദ്ദേശം കൊടുക്കുക? ആ കുടുംബത്തിന് വേണ്ടി കഴിക്കാൻ എന്താ ഉണ്ടാവുക? ഞാൻ ചെയ്യാറുള്ളത്, ഞാൻ വിജയിച്ചു പോകുന്ന ഒരു മേഖല അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ 35,000 രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ എന്റെ ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ്, എന്റെ കയ്യിൽ പൈസ ഉണ്ടോ നോക്കിയിട്ടില്ല. എന്റെ ആരോഗ്യം ഉണ്ടെങ്കിലേ എനിക്ക് ബിസിനസ് ചെയ്യാനും എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നടത്താൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ 9,000 രൂപയുടെ പ്രൊഡക്റ്റ് എല്ലാ മാസവും കഴിക്കുന്നുണ്ട്, ഞാൻ സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ട്. ഇന്നും ഞാൻ 95 രാവിലെ കഴിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മൾ 95 നാക്സിയം, നോവേദന ക്യാപ്സ്യൂള്, പൈലിന ഗോൾഡ് ഇതൊക്കെ ഞാൻ ഒരു ദിവസം മുടങ്ങാതെ ഞാൻ കഴിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അതിനുശേഷം നമ്മളുടെ ടീമിനെ അടിച്ചേൽപ്പിച്ചാൽ ഒരിക്കലും ആരും പ്രൊഡക്റ്റ് കഴിക്കൂല. ഈ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയെങ്കിലുള്ളൂ പ്രോഡക്റ്റ് കഴിക്കാനും പ്രോഡക്റ്റ് കഴിപ്പിക്കാനും നമ്മളുടെ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോരാനും കഴിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉഷാറായിട്ട് എല്ലാ ഏരിയകളിലും നമ്മളുടെ മീറ്റിംഗ് നടത്തുക. ഒരു ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മളുടെ GTS ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്ത് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ദിവസം നിങ്ങൾ ഒന്ന് ലീവ് എടുത്തിട്ട് ഒന്ന് വന്ന് കണ്ടു നോക്ക്. 100% നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ ക്യാഷ് മതി എന്ന രീതിയിൽ സംസാരിച്ചാൽ നമ്മളുടെ GTS വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ GTS കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് ആദ്യമായിട്ട് നമ്മളുടെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് സെറ്റ് ആക്കിയിട്ട് അതിലേക്ക് നമ്മളെ ചുറ്റുപാടത്തുള്ള ആളുകളെ വിളിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഈ ബിസിനസ് എന്നതിന്റെ തുടക്കം മാത്രം കൊടുത്ത് നമ്മൾ GTS കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100% നമുക്ക് വിജയിക്കാൻ കഴിയും. ഇന്ന് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാളും ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ്. നമുക്ക് ഒരു TC ലീഡർ, വീണ്ടും ഞാൻ എടുത്തു പറയുന്നത്, ഒരു TC ലീഡർ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്കർ ലീഡർ ഓർഗ് 1 ഒരു 15 പേര്, ഓർഗ് 2 15 പേരും രാവിലത്തെ ഐപ്ലേസ് മീറ്റിംഗിൽ കയറുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മളുടെ എവിടെയാണോ GTS നടക്കുന്നത് ആ GTS നടക്കുന്ന സ്ഥലത്ത് റെഗുലർ ആയിട്ട് നമ്മളുടെ കൂടെ മുടങ്ങാതെ 15 പേരെങ്കിലും നമ്മളുടെ GTS പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക. ഉറപ്പായിട്ടും ആ വ്യക്തി അടിക്കടി ഓരോ ആഴ്ച കൂടുന്തോറും വിജയിക്കുന്നത് നിങ്ങൾക്ക് നോക്കി നിന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഒരുങ്ങിക്കെട്ടി നമ്മൾ എന്ത് ചെയ്യാണ്, GTS നമ്മൾ പോകുക. നമ്മളെ കൂടെ ആര് വന്നുന്നോ, നമ്മളെ ടീമിൽ എത്ര പേര് കയറിയെന്നോ, രാവിലത്തെ ഐപ്ലേസ് മീറ്റിംഗിൽ എത്ര ആൾ കയറിയെന്നോ എന്നുള്ള നോട്ടൊന്നും നമുക്കില്ല. നമ്മൾ കയറിയിട്ടുണ്ട്, ഇതേ നമ്മൾ നോക്കുന്നുള്ളൂ. നമ്മൾ തന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ടീമിൽ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ടീം നിലനിൽക്കണമെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവണമെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണം. സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഏതൊരാളും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 15,000 രൂപയുടെ പ്രൊഡക്റ്റെങ്കിലും നിങ്ങൾ വാങ്ങിയിരിക്കണം. വാങ്ങിയ 15,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളും നിങ്ങളുടെ മക്കളും കഴിക്കേണ്ട പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങളത് കഴിക്കാൻ തയ്യാറാവണം. ഇതേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കാൻ കഴിയാം.
അപ്പൊ എനിക്ക് കൂടുതലായിട്ടൊന്നും ഞാൻ ഇനി സംസാരിക്കുന്നില്ല. വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളുടെ അപ്ലയൻസിനെയും നമ്മളുടെ സിസ്റ്റത്തിനെയും നമ്മളുടെ ടീമിനെയും കൂട്ടിപ്പിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് നല്ലൊരു ലീഡറായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെന്ററും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റിയ വേറൊരു മേഖല ഞാൻ കണ്ടിട്ടില്ല. എനിക്കിതിലൂടെ 100% വിജയിക്കാൻ കഴിയും എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇന്ന് 100% ഇതിലൂടെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വിജയിക്കാൻ കഴിയും. 2 വർഷം കൂടെ, ഞാൻ 6 വർഷമായി ഈ മേഖലയിൽ വന്നിട്ട് 2 വർഷം കൂടെ മുടങ്ങാതെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്താണോ ചെയ്യുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനം ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും 2 വർഷം കൂടെ അത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫാമിലി പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഉയർച്ചയിലേക്ക് എനിക്ക് എത്താൻ കഴിയുമെന്ന് 100% എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുക, കൂടെ നിന്ന് പ്രവർത്തിക്കുക. ആരാണോ നിങ്ങൾ അപ്ലയൻസ് അവരെ കൂടെ നിന്ന് 100% സിസ്റ്റം ഫോളോവർ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക. പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപാടിയാണ് എന്ന് മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. ഏതൊരു വിജയിച്ച വ്യക്തിയും ഒറ്റയടിക്ക് വിജയിച്ച് സക്സസിലേക്ക് എത്തിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കും അവരുടെ സ്റ്റോറി വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതൊരു വ്യക്തിയും അതിശക്തമായ രീതിയിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അത് വിജയത്തിലേക്കുള്ള ഒരു വഴിയായിട്ട്, അത് വിജയത്തിന്റെ ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് അതിന് വേണ്ട രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അതിശക്തമായിട്ട് കൂടുതൽ നമ്മളുടെ ടീമിൽ പ്രശ്നങ്ങളോ കൂടുതൽ നമ്മളുടെ ടീമിൽ റിസൾട്ടോ ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ടിന് വേണ്ടിയിട്ടും കൂടുതൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൂടുതൽ പ്രവർത്തനം, നമ്മളുടെ ഹാർഡ് വർക്ക്, നമ്മളുടെ പ്രവർത്തനം ടീമിന് വേണ്ടി ടീമിനെ കൂട്ടിപ്പിടിച്ച് ഒന്നും കൂടെ ഞാനൊന്ന് മാറാനുണ്ട് എന്നൊരു ചിന്തയോട് കൂടെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഉന്നത വിജയങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.